ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ സ്റ്റോറി ആയിട്ടാണ്. നമുക്ക് സ്റ്റോറി കേൾക്കാം. എന്താണിക്ക, ഫ്ലൈറ്റ് അവിടുന്ന് ഇങ്ങോട്ടുണ്ടല്ലോ. അങ്ങോട്ട് വന്നാൽ മതിയോ എൻ്റെ പെണ്ണെ? തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? ഇവിടെ എന്തേ, പണിയൊന്നും ഇല്ലേ? നല്ല കഥ. അവിടെ നിന്നാൽ എങ്ങനെ വീട് പണി തീർക്കും? വീടില്ലാഞ്ഞിട്ടാ നാട്ടിൽ വന്നിട്ട് കൊല്ലം 2 നിനക്ക് നമ്മുടെ മോനും വേണ്ടിയല്ലേ ഷംന മോളെ ഞാനിവിടെ നിൽക്കുന്നത്. ഇക്ക, അതൊക്കെ ശരി തന്നെ. എന്നെ കൊണ്ട് വയ്യ ഇനിയും പിടിച്ചു നിൽക്കാൻ. എൻ്റെ മോളെ ആർക്കും കൊടുത്തു പോകല്ലേ, അല്ലെങ്കിലേ നാട്ടുകാർ ചോര ഊറ്റി കുടിച്ച് ഒരു വിധമാക്കി എൻ്റെ പൊന്നിനെ. പിന്നെ കൊടുക്കാൻ ആൾക്കാരിവിടെ ക്യൂ നിൽക്കല്ലേ. അതൊന്നുമല്ല, എനിക്ക് ഇക്കാനെ കാണണം. വരാടി, അടുത്ത മാസം എല്ലാം ശരിയാകുമെന്നാണ് പറയുന്നത്. നടന്നത് തന്നെ, സത്യം. മോൻ എന്തിയേ? അതാ ഇക്കാടെ മക്കളുടെ കൂടെ കളിക്കുന്നു. ഇക്ക കടയിലേക്ക് പോയാ? പോയി. ഇക്ക ഫ്രീ ആവുമ്പോൾ നീ ഇക്കാനെയും കൂട്ടി വീട് വരെ പോയി വീടൊന്ന് നോക്ക്. പറയും പോലെ ഇന്ന് പണിക്കാരുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്നാ ഉച്ചയ്ക്ക് ഇക്ക ഭക്ഷണം കഴിക്കാൻ വന്നാൽ ഒന്ന് പോയിട്ട് പോരെ? ഞാനിന്നാ രാത്രി വിളിക്കാം. ഷംന നേരെ അടുക്കളയിൽ പോയി ആയിഷയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇക്കാക്ക വരുമ്പോൾ വീട് വരെ പോകാൻ സുനീർക്ക പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഷീർക്ക് പോകുമ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അതിനിക്ക ഇപ്പോഴാണ് പറഞ്ഞത്. എന്നാ വിളിച്ച് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വൈകും. ഉച്ചയ്ക്ക് ശേഷം പോയാലും മതി, ഇന്നവിടെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായി സുനീറിൻ്റെ വരവ്? വീട് പണി തീർത്തിട്ടേ വരുന്നുള്ളൂ? ഫ്ലൈറ്റിൻ്റെ പ്രശ്നമെത്താ? പണി ഏകദേശം കഴിയാനായില്ലേ? അവൻ ഇവിടെ നിന്നൂടെ ഇനി? ഞാൻ പറഞ്ഞു, കേൾക്കണ്ടേ? അങ്ങോട്ട് താമസം മാറിയ അവനോട് ഇവിടെ നിൽക്കാൻ ഇക്കാനെ കൊണ്ട് പറയിപ്പിക്കാം. അല്ലാതെ നീ മോനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ. കേട്ടത് തന്നെ. ഇക്ക പറഞ്ഞാൽ കേൾക്കും. നോക്കാം. ഉമ്മയും ഉപ്പയും സുനീറിൻ്റെ ചെറുപ്പത്തിലേ മരിച്ചിരുന്നു. പിന്നെ അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കിയതും മറ്റുമെല്ലാം അവൻ്റെ ഇക്കാക്കയാണ്. 2 പേരും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബഷീറിന് വാപ്പാടെ സ്ഥാനമാണ് അവൻ നൽകിയിട്ടുള്ളത്. 2 മക്കളുള്ള ആയിഷാക്ക് 32 വയസ്സും ഒരു മോനുള്ള ഷംനാക്ക് 26 വയസ്സുമാണ് പ്രായം. ഷംനയെ കാണാൻ തനി നമ്മുടെ സിനിമാ നടി സാമന്തയെ പോലെയാണ്. കുറച്ച് നിറം കൂടുതലുണ്ട്. അവൾക്ക് അത്രയേയുള്ളൂ. വീടിൻ്റെ അടുത്ത് നിന്ന് 1/2 മണിക്കൂർ യാത്രയുണ്ട് സുനീർ ഉണ്ടാക്കുന്ന വീട്ടിലേക്ക്. ഇപ്പോഴത്തെ കൊറോണയുടെ കൂടെ ഫ്ലൈറ്റ് നിർത്തലാക്കലും കൂടി ആയപ്പോൾ അവന് നാട്ടിൽ വരാൻ കഴിയാത്ത അവസ്ഥയായി. ബഷീർക്കാട് വിളിച്ച് വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ട് ഷംന മകനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഉറക്കാൻ നോക്കി. ഇക്ക വരുമ്പോഴേക്കും എല്ലാ പണിയും തീർത്ത് അവൾ റെഡിയായിരുന്നു. ഞാനൊന്ന് കുളിക്കട്ടെ. ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ പോകാൻ റെഡിയായിരിക്കുന്ന ഷംനയെ നോക്കി ബഷീർ പറഞ്ഞു. ഏകദേശം 3 മണിയോടുകൂടി അവർ പോകാനായി ഇറങ്ങി. ഇന്ന് പണിക്കാരുണ്ടോ അവിടെ? ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷംന ബൈക്കിൽ കയറിയിരുന്നു. ഉമ്മറത്ത് നിന്ന് ഇത്താത്തയോട് വേഗം വരാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ബഷീർ ചോദിച്ചു, എന്താണ് സുനി വരുന്നതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഇല്ല, ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണമാണ്. 2 വർഷമായി പോയിട്ട്. ഞാനെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആ സംസാരം എത്തുമ്പോഴേക്കും അവൻ ഓരോന്നും പറഞ്ഞൊഴിയും. അവരവിടെ എത്തിയതും മഴ തുടങ്ങി. പണിയെല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങാനായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ബഷീർ അവരോട് സംസാരിച്ച് നിന്നപ്പോൾ ഷംന വീടിൻ്റെ അകത്തേക്ക് കയറി. അകത്തെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി പുറത്തെ പെയിൻറ്റിങ് കൂടി കഴിഞ്ഞാൽ താമസം തുടങ്ങാം. ഈ ആഴ്ച തന്നെ തീരുമെന്നാണ് അവർ പറഞ്ഞത്. ഷംന തിരിഞ്ഞ് ഇക്കയെ നോക്കി. അവരെന്തേ നേരത്തെ പോയത്? അകത്തെ പണിയെല്ലാം കഴിഞ്ഞു. മഴയല്ലേ, അത് മാറി പുറത്തേക്ക് നിൽക്കും. ഇന്ന് പണി കഴിഞ്ഞതെല്ലാം ഫോട്ടോ എടുത്ത് അവൾ സുനീറിന് അയച്ചു കൊടുത്തു. 1/2 മണിക്കൂർ കഴിഞ്ഞു മഴ മാറാതെ ആയപ്പോൾ ഷംന ചോദിച്ചു, ഇക്കാക്ക മഴ മാറുന്ന ലക്ഷണമില്ലല്ലോ. 10 മിനിറ്റ് കൂടി നോക്കാം. ഷംന കോണിപ്പടികൾ കയറി പോകുന്നത് ബഷീർ കണ്ടു. പെട്ടെന്നാണ് അയാളുടെ കണ്ണുകൾ അനുജൻ്റെ ഭാര്യയുടെ പിന്നിൽ പതിഞ്ഞത്.
ടൈറ്റ് ചുരിദാറിലുള്ള പിന്നഴകിലേക്ക് നോക്കി അയാൾ ഒരു നിമിഷം നിന്നു. എന്തോ പറയാനായി തിരിഞ്ഞ ഷംന കാണുന്നത് ഇക്ക തന്നെ നോക്കി നിൽക്കുന്നതാണ്. തൻ്റെ പിറകെ മുകളിലേക്ക് ഇക്ക വരുന്നത് കണ്ടപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി. ഞാൻ എന്താ വാങ്ങേണ്ടതെന്ന കൺഫ്യൂഷനിലാണ്. ബഷീർ മുകളിൽ ചെന്ന് അവളോട് പറഞ്ഞു, ഈ റൂമിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങട്ടെ? ഈ ബെഡ്റൂം ഞങ്ങളുടേതാക്കാമെന്ന ഇക്ക പറഞ്ഞത്. അതിനെന്താ, എല്ലാം ഞാൻ വാങ്ങും. അതെന്തേ? ഇക്കാക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് ഇവിടെ. എന്ത് പ്ലാൻ? അങ്ങനെ ചെയ്യണം, അത് വാങ്ങണം എന്നൊക്കെ. അതൊക്കെ ഞാൻ വാങ്ങിയാൽ പോരെ? എന്താ അവൻ പറഞ്ഞത്? സുനീർ പറഞ്ഞതെല്ലാം അവൾ ഇക്കയോട് പറഞ്ഞു. സ്പ്രിംഗ് ബെഡ് അടക്കം പറഞ്ഞപ്പോൾ അവളിൽ നാണമുണ്ടായി. ഇത്രയേ ഉള്ളൂ? എന്നാ നീ അടുത്ത തവണ വരുമ്പോൾ അതെല്ലാം റെഡിയായിരിക്കും. ഷംന ചിരിച്ചുകൊണ്ട് നിന്നു. ഇക്ക, മഴ മാറുന്ന ലക്ഷണമില്ല, പോയാലോ? സമയം 6 നനയും. പിന്നെ അതും പറഞ്ഞ് ഇക്ക നോക്കിയത് തൻ്റെ മാറിലേക്കാണ്. നേരെ വീട്ടിലേക്കല്ലേ, സാരമില്ല, എന്നാ വാ. വീട് പൂട്ടി ഇറങ്ങാൻ നേരം ബഷീർ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, ആ ഷോള് വീടെത്താൻ നേരം ഇടാം. ഷംന ഒന്നും മനസ്സിലാകാതെ ഇക്കയെ നോക്കി. അവൾ കേൾക്കും വിധം അയാൾ പതുക്കെ പറഞ്ഞു, അല്ലെങ്കിലേ എല്ലാം കാണുന്നു. ഇനി മഴ കൂടി കൊണ്ടാ പറയണ്ട, ആയിഷ ഉമ്മറത്ത് തന്നെ കാണും. അപ്പോൾ അതാണ് കാര്യം. ഇക്ക പറഞ്ഞത് നേരാണെന്ന് അവൾക്ക് തോന്നി. നെഞ്ചിൽ കിടന്ന ഷാൾ എടുത്തവൾ ഇക്കാക്ക് നേരെ നീട്ടി. ബഷീർ അത് വാങ്ങി താഴെ കിടന്ന കവറിലെടുത്തിട്ട് കെട്ടി. മൊബൈലും പൈസയും സീറ്റിൻ്റെ ഉള്ളിൽ വെച്ച് ലോക്ക് ചെയ്ത് അയാൾ ചോദിച്ചു, പോകാം? തലയാട്ടി അവൾ ബൈക്കിൻ്റെ പുറകിലേക്ക് കയറിയിരുന്നു. റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മഴയുടെ ശക്തി അവൾ അറിഞ്ഞത്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ഇക്ക പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. മഴ നനഞ്ഞപ്പോൾ വെള്ള നിറമുള്ള ചുരിദാർ ചെറുതായി ട്രാൻസ്പെറൻ്റ് ആയതുപോലെ. കണ്ണ് കാണാൻ വയ്യാത്ത മഴ. അയാൾ തിരിഞ്ഞ് അവളോട് പറഞ്ഞു, ആകെ നനഞ്ഞു, കയറി നിൽക്കണോ? അടഞ്ഞു കിടക്കുന്ന കടയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ ചോദിച്ചു, ഇക്കാക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്താം. എവിടെയെങ്കിലും പോയി വീഴുമെന്ന ഭയം അയാൾക്കുണ്ടായിരുന്നു. വേഗം തന്നെ കടയുടെ അടുത്ത് നിർത്തി അവർ ഇറങ്ങി. നനഞ്ഞൊട്ടിയ ഷംനയെ നോക്കി അയാൾ പറഞ്ഞു, ആകെ നനഞ്ഞല്ലോ. ബഷീർ മുണ്ടിൻ്റെ തലപ്പ് പിഴിഞ്ഞ് തല തിവർത്തി. തണുത്ത് വിറച്ച് നിന്ന ഷംനയോട് അയാൾ പറഞ്ഞു, ഇതാ ആ തല തുവർത്ത്. മടിയോടെ അവൾ അടുത്തേക്ക് വന്ന് ഇക്കാടെ മുണ്ടിൻ്റെ തലപ്പുയർത്തി തല തുവർത്തി. തലയും മുഖവും തുവർത്തി അവൾ എണീറ്റു. മഴ നനഞ്ഞതിൻ്റെ തണുപ്പ് കാരണം മാറിൽ പിണച്ചു വെച്ച കൈകൾ അവൾ താഴേക്കിട്ട് ടോപ്പിൻ്റെ അടിയിൽ പിടിച്ചു കുടഞ്ഞു. ഒട്ടിക്കിടന്ന ഡ്രസ്സിൽ തൻ്റെ ബോഡിയുടെ ഷേപ്പും കാണാം. ഇക്കയുടെ നോട്ടവും അങ്ങോട്ട് തന്നെ എന്ന് കണ്ടപ്പോൾ എന്തോ ഒക്കെ അസ്വസ്ഥത തോന്നി. സുനീക്ക അടുത്തില്ലാത്തത് കൊണ്ട് ചിലതൊക്കെ കൊതിക്കുന്ന തൻ്റെ മനസ്സ് വിങ്ങിപ്പൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ഇനി ഇക്കാക്ക് തന്നോട് ആശ കാണുമോ? ഇല്ലാതിരിക്കാൻ വഴിയില്ല. അനുജൻ്റെ ഭാര്യയാണെങ്കിലും ഇക്കാടെ ഭാര്യയേക്കാൾ സുന്ദരിയും ആകാരവടിവും തനിക്കല്ലേ? സുനീർക്ക പറഞ്ഞതുപോലെ തൻ്റെ അഴകും ആകാരവടിവും ഏതൊരാണിനും കൊതി തോന്നുമെങ്കിൽ ഇക്കയെ ഒന്ന് പരീക്ഷിക്കാൻ അവൾ ഒരുങ്ങി. ഇക്കയുടെ മുന്നിൽ തിരിഞ്ഞു നിന്ന് അവൾ നനഞ്ഞ ടോപ്പിൻ്റെ പിൻഭാഗം പിടിച്ചു കുടഞ്ഞുകൊണ്ട് താഴേക്ക് വലിച്ചു. എന്നിട്ട് അവൾ പതിയെ തിരിഞ്ഞു നോക്കി. അതെ, ഇക്കാടെ നോട്ടം അങ്ങോട്ട് തന്നെ. താൻ നോക്കിയതുപോലും ഇക്ക കണ്ടില്ല. മിഴി വെട്ടാതെ തൻ്റെ പിന്നഴക് നോക്കി നിന്ന് ഇക്കയോട് അവൾ പറഞ്ഞു, മഴ മാറുന്ന ലക്ഷണമില്ല, പോകണോ? ഇക്കാടെ ഇഷ്ടം, കുറച്ചുകൂടി കഴിയട്ടെ. നാളെ തന്നെ നമുക്ക് പോയി വാങ്ങിയാലോ റൂമിലേക്കുള്ള സാധനങ്ങൾ? ഞാൻ വരണോ? നിനക്കും കൂടെ ഇഷ്ടമാവണ്ടേ? അതാവും, ഇക്കാടെ ഇഷ്ടം പോലെ വാങ്ങിക്കോ. അവൻ ചോദിക്കില്ലേ, ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ എന്ന് പറയാം. അപ്പോൾ കാണാൻ നാളെ വരണം. താത്ത, അവളോട് പണിക്കാരുണ്ടെന്ന് പറഞ്ഞു പോരെ? ഇക്കാട് എന്തു പറയും? സാധനങ്ങൾ വാങ്ങിയതറിഞ്ഞ? നീ ആയിഷാട് പറഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞോ? നാളെ ഉച്ചയാവുമ്പോൾ റെഡിയായി നിന്നോ.
ഇത്ര നേരം ഇക്ക സംസാരിച്ചതും തൻ്റെ മനോഹരമായ മേനിയിൽ നോക്കിയാണ്. അവൾ ഒന്നും അറിയാത്ത മട്ടിൽ ഇക്കയുടെ കണ്ണിന് വിരുന്നേകാനായി ഇക്കയെ വശീകരിക്കുന്ന രീതിയിൽ നിൽക്കുകയും ചെയ്തു. പോകാം, അവളെ തന്നെ നോക്കി നിന്നുകൊണ്ട് അയാൾ ചോദിച്ചു. തലയാട്ടി അവൾ ഇക്കയുടെ മുന്നിലിറങ്ങി. നേരത്തെ ഇരുന്നതിനേക്കാൾ കുറച്ചുകൂടി മുട്ടിയാണ് അവൾ ഇരുന്നത്. വീടെത്താനായപ്പോൾ വണ്ടി നിർത്തി അയാൾ ഷോൾ അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ, പിന്നെ ആ നെഞ്ചിലേക്ക് ഇറക്കിയിട്ടോ. ഇക്കയെ നോക്കാതെ നാണത്തോടെ അവൾ തലയാട്ടി. ഇതുപോരെ, അവൾ ഇക്കയോട് ചോദിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ആ ഷാൾ ഒന്ന് കുടഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഉമ്മറത്ത് ആരെയും കാണാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഭാഗ്യം ആരുമില്ല. വേഗം പോയി ഇതെല്ലാം മാറിക്കോ. ഇറങ്ങാൻ നേരം അവളോട് മന്ത്രിക്കും പോലെ പറഞ്ഞു, നാളത്തെ കാര്യം ആരോടും പറയണ്ട. താത്ത കാണുന്നതിന് മുന്നേ അവൾ റൂമിലേക്ക് കയറി വാതിലടച്ചു. ഇക്കാക്ക് തന്നോട് അതിയായ ആഗ്രഹമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. റൂമിലെത്തി തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയപ്പോഴും ഇക്കാടെ ആർത്തി പൂണ്ട കണ്ണുകൾ തന്നെ കുത്തി വലിച്ചതാണ് ഓർമ്മ വന്നത്. ഓർത്തപ്പോൾ തന്നെ ശരീരത്തിൽ ആകെ ഒരു തരിപ്പ് പടരാൻ തുടങ്ങി. അവൾക്ക് മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. തൻ്റെ ശരീരം എന്തിനോ ഒക്കെ വേണ്ടി വല്ലാതെ കൊതിക്കുന്നു. തടയാൻ തന്നെ കൊണ്ടാവുന്നില്ല. തണുത്ത വെള്ളത്തിലൊരു കുളി പാസാക്കി അവൾ അകത്തേക്ക് ചെന്നു. ആ കണ്ണുകൾ ഇക്കയെ അവിടെയെല്ലാം തിരഞ്ഞു. പുറത്ത് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അവൾ കണ്ടു. കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ ഒരു ചിരി വരുത്തി അവൾ അകത്തേക്ക് തന്നെ ചെന്നു. ഷംന ഈ വീട്ടിൽ കയറി വന്നിട്ട് ഇന്നേ വരെ അവളെ വേറെ ഒരു കണ്ണുകൊണ്ട് അയാൾ കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നലത്തെ സംഭവം അയാളെ പിടിച്ചുലച്ചു. രാവിലെ നേരത്തെ ഇറങ്ങിയ ബഷീർ നേരെ പോയത് ഫർണിച്ചർ കടയിലേക്കായിരുന്നു. ഷംന പറഞ്ഞതുപോലെയുള്ള കട്ടിലും ബെഡും ഓർഡർ ചെയ്ത് അവരോട് തന്നെ ഫിറ്റ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് അയാൾ അടുത്ത സ്ഥലത്ത് പോയി. വില കൂടിയ AC-യും മറ്റും അതും ഓർഡർ ചെയ്ത് ഉച്ചയ്ക്ക് മുന്നേ റെഡിയാക്കാനും അയാൾ പറഞ്ഞേൽപ്പിച്ചു. അടുക്കളയിൽ പണിയിലായിരുന്ന ഷംനയോട് ആയിഷ വന്ന് പറഞ്ഞു, നിന്റെ ഫോൺ അടിക്കുന്നുണ്ട്. കയ്യിലുള്ള പച്ചക്കറി അവിടെ വെച്ച് അവൾ റൂമിലേക്ക് ചെന്നു. 2 മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ട്. നോക്കുമ്പോൾ ഇക്കാക്കയാണ്. ഹാളിലേക്ക് എത്തി നോക്കി ഷംന തൻ്റെ റൂമിൻ്റെ വാതിലടച്ച് ഇക്കാക്കയെ തിരിച്ചു വിളിച്ചു. ഞാൻ 2 വട്ടം വിളിച്ചായിരുന്നു. അടുക്കളയിലായിരുന്നു. ഫോണുമായി മെല്ലെ ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് ഷംന പറഞ്ഞു, എല്ലാം സെറ്റാക്കിയിട്ടോ? എന്ത്? ഇന്നലെ പറഞ്ഞ കാര്യം? എപ്പോഴാ കാണാൻ വരുന്നേ? ഇക്ക വരില്ലേ വിളിക്കാൻ? ഞാൻ വന്നാൽ? എന്തേ? അതല്ല, എൻ്റെ കൂടെ വന്നാൽ വേഗം തിരിച്ചു പോകേണ്ടി വരുമല്ലോ. എന്നാൽ ഞാൻ ഓട്ടോ പിടിച്ച് വരാം, അതല്ലേ നല്ലത്. തിരികെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ മതി അവളോട്. എപ്പോഴാ എത്തുക? 2 മണിക്ക്. അതിന് മുന്നേ എത്തിക്കോ. ശരി. ഇക്കാടെ സംസാരത്തിൽ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. കട്ടിലിൽ നിന്നും എണീറ്റ് അവൾ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. ഈ അടുത്ത കാലത്തൊന്നും തനിക്ക് ഇത്രയും മോഹങ്ങൾ തോന്നിയിട്ടില്ല. അടുക്കളയിൽ ചെന്ന് ആയിഷയുടെ അടുത്ത് വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇക്കാനെ വിളിക്കാൻ പറഞ്ഞു അവൾ. ഇന്നലത്തെ പോലെ മഴയുണ്ടെന്നും കുറച്ച് വൈകും വരാനെന്നും അവൾ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഇക്കയെ കൂട്ടി വരാൻ ആയിഷ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. കുളിച്ച് മോനെ ഉറക്കി ഷംന ഭക്ഷണം കഴിച്ച് ഡ്രസ്സ് മാറാനായി ചെന്നു. അവൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറുപ്പ് ടോപ്പും ലെഗിങ്സും എടുത്തിട്ടു. ഈ ഡ്രസ്സിൽ ഇക്ക തന്നെ കണ്ടാൽ ഉറപ്പായും വെള്ളമിറക്കി ഒരു വിധമാവുമെന്ന് അവൾക്ക് തോന്നി. ഓട്ടോയുടെ ഹോണ് കേട്ടപ്പോൾ താത്തായോട് പറഞ്ഞ് ബാഗും എടുത്തവൾ വേഗം ഇറങ്ങി. വീടെത്തും വരെ അവളുടെ ഉള്ളിൽ വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു. ഇക്കാടെ ബൈക്ക് പോർച്ചിലിരിക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചിടിപ്പൊന്നു കൂടി. ഓട്ടോക്കാരന് കാശും കൊടുത്ത് അകത്തേക്ക് കയറുമ്പോൾ തൻ്റെ കാലുകൾ വിറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഇന്നലെ വന്നതുപോലെയല്ല വീടിൻ്റെ അകമെല്ലാം കഴുകി വൃത്തിയാക്കിയത് അവൾ ശ്രദ്ധിച്ചു. ഇക്കാനെ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് വിളിക്കാനായി അവൾ ഫോൺ എടുത്തു. എപ്പോൾ എത്തി? മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ഇക്കയെ കണ്ടപ്പോൾ ഫോൺ ബാഗിലേക്ക് തന്നെ വെച്ച് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ. ഇവിടെയെല്ലാം ചുറ്റിലും നോക്കി അവൾ ചോദിച്ചു. എല്ലാം കഴുകി വൃത്തിയാക്കി, വാ കാണണ്ടേ? ഇക്കയെ അനുസരിച്ച് അവൾ മുന്നോട്ട് നടന്നപ്പോൾ തനിക്ക് കയറിപ്പോകാൻ പാകത്തിൽ ഇക്ക കോണിപ്പടിയിൽ ഒതുങ്ങി നിന്നു.
തൻ്റെ പിന്നഴക് ആസ്വദിക്കാനാണ് ഇക്ക ബാക്കിൽ വരുന്നതെന്ന് അവൾക്ക് തോന്നി. മുകളിലെത്തിയതും അവളോട് നിൽക്കാൻ പറഞ്ഞു. ഒരു കാര്യം, ആ റൂമിൽ എന്ത് കുറവുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം. വെറുതെ ഇഷ്ടമായി എന്ന് മാത്രം പറയരുത്. ഇല്ല. എന്നാ കണ്ണുകൾ അടയ്ക്ക്. ഇക്ക പറഞ്ഞതുപോലെ കണ്ണുകൾ അടച്ച് അവൾ നിന്നു. റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു. ഇനി വാ, തുറക്കട്ടെ. ഹേയ്. ഷംന കൈ മുന്നോട്ട് നീട്ടി മെല്ലെ നടന്നു. പെട്ടെന്നാണ് തൻ്റെ കയ്യിൽ കയറി ഇക്ക പിടിച്ചത്. ഒന്ന് ഞെട്ടിയെങ്കിലും മുന്നോട്ട് അവൾ നടന്നു. റൂമിൻ്റെ ഉള്ളിൽ കയറിയതും ഒടുക്കത്തെ തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു. പടച്ചോനെ, AC വെച്ചിരിക്കുന്നു. തുറക്കട്ടെ. തുറന്നു. കണ്ണുകൾ തുറന്ന ഷംന വാ പൊളിച്ചുപോയി. താൻ എങ്ങനെ ഒരുക്കണമെന്ന് കരുതിയോ അതിൽ നന്നായി ചെയ്തിരിക്കുന്നു. വലിയ ബെഡും 4 തലയണയും കർട്ടനും എന്ന് വേണ്ട ഒരാൾ വലിപ്പത്തിലുള്ള വലിയ കണ്ണാടിയും അതിനോട് ചേർന്നൊരു ടേബിളും. ഇക്ക സൂപ്പർ. സത്യം? സത്യം. TV കൂടി വെക്കാനുണ്ട്. നിന്നോട് ചോദിച്ചിട്ട് വെക്കാമെന്ന് കരുതി. താഴെയുണ്ട്. ഇത്രയൊക്കെ ചെയ്തത് എന്നോട് ചോദിച്ചല്ലല്ലോ. ഇക്ക എന്ത് ചെയ്താലും ഇഷ്ടമാകും. ആ വാതിലടച്ചേക്ക്, തണുപ്പ് പോകും. വാതിലടയ്ക്കുമ്പോൾ അവളുടെ മനസ്സിൽ താനും ഇക്കയും സ്വപ്നം കണ്ട ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇപ്പോൾ ഇക്കാക്കാൻ്റെ കൂടെ. ബെഡ് നോക്ക്. ഞാൻ ഇക്കാടെ അരികിൽ ചെന്ന് ബെഡിലേക്കിരുന്നു. നല്ല സുഖം തോന്നിയിരിക്കാൻ തന്നെ. ഈ സ്പ്രിംഗ് ബെഡിൻ്റെ കാര്യമാണ് ഇക്കാക്ക് എപ്പോഴും പറയാനുള്ളത്. നീ വന്നപ്പോൾ താഴത്തെ ഡോർ ലോക്ക് ചെയ്തോ? ഇല്ല. ആരെങ്കിലും കയറി വന്നാലോ? ഞാൻ അടച്ചിട്ട് വരാം. വാതിൽ തുറന്നിറങ്ങാൻ നേരം അയാൾ തല അകത്തേക്കിട്ട് പറഞ്ഞു. ഒന്ന് മയങ്ങിക്കോ, പോകാൻ ധൃതിയില്ലല്ലോ. ഇക്ക പോയതും അവൾ ബെഡിലേക്ക് കിടന്നു. റൂമിലെ തണുപ്പും പുതുമണവും കൂടി ആയപ്പോൾ അവൾ വല്ലാത്ത അവസ്ഥയിലായി. ഇക്ക തിരിച്ചു വരുമ്പോൾ ഒരു കണി ആയിക്കോട്ടെ എന്ന് കരുതി അവൾ ചുമരിലേക്ക് ചെരിഞ്ഞു കിടന്നു. ഇക്കയെ വശീകരിക്കാനായി ഷംന തൻ്റെ ആകാരവടിവും കാണിച്ചു കിടന്നു. ഡോർ തുറക്കുന്ന ശബ്ദവും പതിയെ അത് അടയുന്നതും അവൾ അറിഞ്ഞു. 2 മിനിറ്റോളം കഴിഞ്ഞിട്ടും ഇക്ക വിളിക്കാത്തത് കേട്ട് ഷംന പതിയെ തിരിഞ്ഞു. ഉറങ്ങിയെന്ന് കരുതി. ആ മുഖത്തെ വെപ്രാളം കണ്ട് അവൾക്ക് ഇക്ക തൻ്റെ പിന്നഴക് കണ്ട തരിപ്പിലാണെന്ന് തോന്നി. ഹേയ്, അവനോട് പറഞ്ഞോ വരുന്നത്? ഇന്നലെ പറഞ്ഞു. ഇനി വേഗം വരാൻ പറയും അവനോട്. 2 മാസമെങ്കിലും ആകുമെന്നാണ് പറഞ്ഞത്. അതുവരെ ഈ റൂം ഇങ്ങനെ കിടക്കേണ്ടി വരുമോ? ഇക്കാക്ക് താത്താനെ കൂട്ടി വന്നൂടെ? ആദ്യം നിങ്ങളുടെ, അല്ല നിൻ്റെ. എന്ത്? ഈ ബെഡിൽ നിൻ്റെ വിയർപ്പ് വേണം ആദ്യം പറ്റാൻ. ഷംനയുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ ബെഡിൽ എണീറ്റിരുന്ന ഷംന ഇക്കയെ നോക്കി പറഞ്ഞു. ഇങ്ങനെ തണുപ്പിച്ച ആര് വിയർക്കാനാണ്? AC ഓഫാക്കട്ടെ? ഫാനും ഇടില്ല? അവളുടെ മുഖം ചുവന്ന് തുടുക്കുന്നത് അയാൾ കണ്ടു. റൂമിലെ ACയും ഫാനും ഓഫാക്കി അവളോട് പറഞ്ഞു. ഇനി നോക്കാം വിയർക്കുമോ എന്ന്. അവളൊന്നും പറയാതെ ചുമരിൽ ചാരിയിരുന്നു. താനും തൻ്റെ ഇക്കയും സ്വപ്നം കണ്ട ആ നിമിഷം ഇപ്പോൾ വന്നു ചേരുമെന്ന് ഷംനാക്ക് തോന്നി. ഭർത്താവിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഇക്ക ആണെന്ന് മാത്രം. പലപ്പോഴും രാത്രികളിൽ ആയിഷാത്താടെ കരച്ചിൽ കേട്ടത് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. അതുപോലെ തന്നെ കരയിപ്പിക്കാൻ ഇക്കാക്കാകുമോ? അടച്ചിട്ട റൂമിൽ ആരും വരാനില്ലാത്ത, ആരെയും പേടിക്കാതെ തൻ്റെ ആഗ്രഹങ്ങൾ ഇക്കാക്ക് മാറ്റാൻ കഴിയുമോ? 1000 ചോദ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ ഓടി വന്നു. കയ്യിലിരുന്ന ഫോണിൽ ആയിഷാത്താടെ പേര് തെളിഞ്ഞപ്പോൾ അവൾ ഇക്കയെ നോക്കി. സംശയത്തോടെ അയാൾ ഷംനയെ നോക്കി. ഇക്കയുടെ കണ്ണിലേക്ക് നോക്കി അവൾ ഒരു പതർച്ചയുമില്ലാതെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ബഷീർക്ക ഉണ്ടോ അവിടെ? ഇല്ല. എന്തേ? ഒരു വിവരവും ഇല്ല ആളുടെ. ഉച്ചയ്ക്ക് കഴിക്കാനും വന്നിട്ടില്ല. കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. പണിക്കാരിറങ്ങാനായാൽ വിളിക്കാൻ പറഞ്ഞു. എത്ര ആളുണ്ട്? 3. അകത്തെ പണി തീരുമോ? ഇന്നത്തോടെ തീർക്കും. ആ ശരി. ഫോൺ വെച്ചിട്ട് അവൾ ഇക്കയെ നോക്കി. നന്നായി ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ഇനി സുനീർ വിളിക്കുമോ? ഇല്ല. ബഷീർ അവളുടെ അരികിൽ ബെഡിലിരുന്നു. ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ. പക്ഷേ എന്താ? നിന്നെ സാരിയിൽ കാണാൻ നല്ല ഭംഗിയാ. അതൊടുത്ത് വരാനായിരുന്നു. നല്ല കഥ.
എനിക്കതിന് സാരി ഇപ്പം അടുത്ത കാലത്തൊന്നും എടുത്തിട്ടില്ല. ഇവിടെയുണ്ട്. എവിടെ? അതൊന്ന് തുറന്നു നോക്ക്. അലമാര ചൂണ്ടി അയാൾ പറഞ്ഞപ്പോൾ ഷംന അങ്ങോട്ട് നോക്കി. ആര് വാങ്ങി വെച്ചു ഇവിടെ? ഞാനല്ലാതെ ആര്? വിശ്വാസം വരാതെ അവൾ എണീറ്റ് തുറന്നു നോക്കി. 3-4 സാരി അടുക്കി വെച്ചത് അവൾ കണ്ടു. ഇതൊക്കെ എപ്പോ? ഇന്ന്. നല്ല ഭംഗിയുണ്ട്. ഉടുത്തു വരുമോ? ഇതിലേക്കുള്ള ബ്ലൗസ് ഇല്ലാതെ എങ്ങനെ? അത് മറന്നു. അടുത്ത വട്ടം വരുമ്പോൾ ധരിക്കാം. ഇക്കാക്ക ബെഡിൽ നിന്നും എണീറ്റ് വരുന്നത് അവൾ കണ്ണാടിയിലൂടെ കണ്ടു. ഡ്രസ്സുകൾ നോക്കുന്ന വ്യാജേന ഷംന അവിടെ തന്നെ നിന്നു. തൻ്റെ തൊട്ടുപിറകിൽ വന്ന് നിന്ന് ഇരു തോളിലും കൈവച്ച് ഇക്ക അവളോട് ചോദിച്ചു, സാരി ഇഷ്ടമായോ? ഇക്ക തന്നോട് ചേർന്ന് നിന്നതും ഷംന തിരിഞ്ഞു നോക്കി. ഇക്ക ആരെങ്കിലും അറിയുമോ? ഇല്ല. സുനീർക്കാടെ സ്വപ്നമായിരുന്നു ഈ വീടും ഈ റൂമും. ഇതൊന്നും അവൻ അറിയണ്ട. വേണ്ട ഇക്ക എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും ഒരടി പോലും മാറിയില്ല. ഇടുപ്പിലൂടെ വട്ടം പിടിച്ച് തന്നിലേക്ക് വലിച്ചടിപ്പിച്ച് ബഷീർ അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്ന് ചോദിച്ചു, നമ്മളല്ലാതെ ആരും അറിയില്ലല്ലോ? എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിന്? ഇവിടെ ആര് വരാനാണ്? അതല്ല, സുനീർക്ക വരാൻ ഇനിയും സമയമെടുക്കും. അത് നല്ലതല്ലേ? അവൻ വരുവോളം ഞാനില്ലേ? അപ്പോൾ എന്നും? എന്നും. ഇക്കാടെ കൈകൾ മുകളിലേക്ക് ഉയർന്നു തൻ്റെ ചുമലിലെത്തി. ഇക്കാക്കാൻ്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി അയാൾ കാര്യമായി എന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അവൾ ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരാണിൻ്റെ കൈ തൻ്റെ ശരീരത്തിൽ പതിഞ്ഞപ്പോൾ ഷംന എല്ലാം മറന്നു. നീ എന്തൊരു മൊഞ്ചത്തെയാണടി പെണ്ണെ. നിന്നെ കണ്ടിട്ട് ആഗ്രഹിക്കാത്ത പുരുഷന്മാരാരും തന്നെ ഉണ്ടാകില്ല. ഇക്കാട മുരൾച്ച തൻ്റെ ചെവിയിൽ പതിഞ്ഞപ്പോൾ അവൾ കുറുകി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും വരുന്നത്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പോയി ബാക്കി കേൾക്കുക. എന്നിട്ട് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ കഥയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.